നമസ്കാരം. എല്ലാവർക്കും സ്നേഹ അഭിവാദനങ്ങൾ. ഞങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിന് നന്ദി. പ്രഗത്ഭമായൊരു സദസ്സ്, വചന സമൃദ്ധി ഉള്ള, ഞാൻ പങ്കുവയ്ക്കുന്ന പലത് കാര്യങ്ങളും ആവർത്തനമാകാം, ക്ഷമിക്കണം. ചില സമകാലീന സംഭവങ്ങളെ അല്പം ഒന്ന് ചിന്തിച്ച് നമുക്ക് എങ്ങനെ ക്രിയാത്മകമായി പ്രതികരിക്കാൻ കഴിയും എന്നൊന്ന് ഓർപ്പിച്ച് ഇരിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാവിലെ നാം പാടിയ ഒരു പാട്ടിൽ, രവി സെമൻ സാറിൻ്റെ പാട്ടിൽ ഒരു ചരണം ഉണ്ടായിരുന്നു. നാം പ്രത്യേക വെളിപ്പാട് ലഭിച്ചവരാണ്. ആ വെളിപ്പാട് എന്താണെന്ന് താൻ എഫേസ്യയിലെ 1-ാം അധ്യായത്തിൽ തിരിച്ചിട്ടാണ് പാടുന്നത്. That in the fullness of time all shall be gathered together in Christ Jesus as one. സ്വർലോകത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം ക്രിസ്തുവിൽ ഒന്നായിത്തീരും. ഒരു പ്രപഞ്ച പദ്ധതിയെ അനാവരണം ചെയ്യുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്തത്. ആ പ്രപഞ്ച പദ്ധതിയിൽ ദൈവത്തിന് ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ പ്രപഞ്ച പദ്ധതി, ഹി ഹാസ് എ യൂണിവേഴ്സൽ മാസ്റ്റർ പ്ലാൻ ഫോർ ദിസ് യൂണിവേഴ്സ്. ഗോഡ് ഹാസ് എ പ്ലാൻ. ആ പദ്ധതിയുടെ ഭാഗമാണ് ഞാനും നിങ്ങളും. ദാറ്റ്സ് അവർ ഐഡൻറ്റിറ്റി. നമ്മുടെ സ്വത്വം അതാണ്. ദൈവത്തിൻ്റെ ആത്യന്തിക പദ്ധതിയുടെ ദ എക്സിക്യൂഷൻ ഓഫ് ദാറ്റ് മാസ്റ്റർ പ്ലാൻ, വി ആർ ബിക്കം പാർട്ട് ആൻഡ് പാർസൽ. നമ്മളതിൻ്റെ ഭാഗമാണ്. അത് എങ്ങനെയുള്ളവരാണ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ആദ്യത്തെ എഫേസ്യയിലെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് യു ആർ എ സ്പെഷ്യലി ഇലക്റ്റഡ് പീപ്പിൾ, അല്ലേ? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറച്ച കൂട്ടരാണെന്ന്. യഹോവ ദൈവമായ ജനം ഭാഗ്യമുള്ളത്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഭാഗ്യമുള്ളവരാ, അല്ലേ? ഇതുപോലെ ഭാഗ്യമുള്ള ഒരു ജനം ലോകത്തിലില്ല. വി ആർ എ സ്പെഷ്യൽ പീപ്പിൾ. എന്താ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ? അവിടെ താഴെ പറയുന്നുണ്ടെന്ന് എഫേസ്യർ 1-ന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ. ദാറ്റ് യു ആർ എലക്റ്റഡ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ദത്തെടുക്കപ്പെട്ടവരാണ്, വീണ്ടെടുക്കപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവരാണ്, അവൻ പ്രിയനായനിൽ നമ്മെ അംഗീകരിക്കപ്പെട്ടവരാണ്. ദാറ്റ് ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം ഓൾ ഷാൽ ബി ഗാദർഡ് ടുഗദർ. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട, പാപം ക്ഷമിക്കപ്പെട്ട ഒരു പ്രത്യേക ജനം ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നാം സാധാരണക്കാരല്ല. അതുകൊണ്ട് നാം വളരെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ്. ധാരാളം ഉത്തരവാദിത്വം നമ്മെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ക്രിസ്തുവിൽ എല്ലാം ഒന്നാകാനുള്ള സമയമായോ? ഇതുവരെ ആയിട്ടുണ്ടോ? നമുക്ക് നോക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ നമുക്ക് അല്പം ചിന്തിക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം വളരെ പരിചയം. 2000 വർഷം മുമ്പ് കർത്താവ് പറഞ്ഞതാണ്. ഈ ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം ഓൾ ഷാൽ ബി ഗാദർഡ് ടുഗദർ എന്ന് പറഞ്ഞെങ്കിൽ 2000 വർഷമായി അങ്ങനെ ആയോ? എന്തുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയുള്ളതും ഒന്നായി തീരുന്നില്ല? അതിനൊരു കാലപതി ഉണ്ട്. അത് ദൈവത്തിന് തൻ്റെതായ മാസ്റ്റർ പ്ലാനും സമയമുണ്ട്. സമയബന്ധിതമാണ്. നത്തിങ് ഇസ് എൻ ആക്സിഡൻറ്റ്. പെട്ടെന്ന് അവിചാരിതമായിട്ടല്ല ദൈവത്തിൻ്റെ പദ്ധതി. ആ മാസ്റ്റർ പ്ലാൻ ഉണ്ട്. നമുക്കൊന്ന് വായിക്കാം. പല പ്രാവശ്യം നാം ചിന്തിച്ച വിഷയങ്ങളാണ്, എനിക്ക് സംശയമില്ല. മത്തായി സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യം. മാത്യു ചാപ്റ്റർ 24:32. അത്യനോക്ക് ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പ് ഇളതായി തല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇല തളിർക്കുമ്പോൾ. 37-ാം വാക്യം. 37. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. 38-ഉം 39-ഉം വായിച്ചിട്ടുണ്ട്. ജലപ്രളയത്തിന് മുൻപുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെ ആകും. 42. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നതെന്ന് നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. 43. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. 44 അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, മനുഷ്യപുത്രൻ്റെ വരവ്. അപ്പോൾ 2000 വർഷം മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് താൻ പറയുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. കാലങ്ങൾ പോയി. അവർ ഇത് കേട്ട സമയത്ത് തന്നെ ഇതൊക്കെ സംഭവിക്കുമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നോ എന്ന് സംശയമുണ്ട്. ഇന്ന് നാം എത്ര അടുത്ത് വന്നിരിക്കുകയാണ്. ഈ സഭയിലെ പല പ്രിയപ്പെട്ടവരും ഈ വിഷയം ധാരാളം കൈകാര്യം ചെയ്യുന്നവരാണ്. പ്രവചന വിഷയങ്ങൾ, ഈ പ്രവചന വിഷയം പ്രത്യേകിച്ച് ബ്രദറൻ കമ്മ്യൂണിറ്റി, ദി കോൺഗ്രിഗേഷൻ മൂവ്മെൻ്റ് ആണ് മുന്നോട്ട്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിലൊരു ലേഖനത്തെ ഞാൻ കണ്ടു.
ബ്രദറുകാരാണ് ഈ ഭാവിയെ പറ്റിയൊക്കെ ഒത്തിരി CI സ്കോഫീൽഡിൻ്റെ പ്രചോദനത്താൽ എഴുതിയതെന്നൊക്കെ പറയും. ശരിയാണ്. 1517 റോമൻ കത്തോലിക്കരുടെ ആധിപത്യത്തിലായിരുന്ന ആ ഡാർക്ക് ഏജസ്, അന്ധകാര യുഗത്തിന് ശേഷം ബൈബിൾ വായിച്ചിട്ട് മാർട്ടിൻ ലൂതറിനാണ് ഒരു പ്രത്യേക ദൈവവചനത്തിൻ്റെ വെളിപ്പാടുണ്ടായത്. ദൈവവചനത്തിലേക്ക് എല്ലാവർക്കും വായിക്കത്തക്ക രീതിയിൽ ദൈവവചനം എല്ലാവരും വായിക്കണമെന്ന് പറഞ്ഞിട്ട് ജർമ്മൻ ഭാഷയിലേക്ക് താൻ പരിഭാഷപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ 1517, എന്നാൽ പിന്നെയും 300 വർഷം എടുത്തു. 1825 ബ്രദറൻ പ്രസ്ഥാനം തുടങ്ങുന്നത്. CI സ്കോഫീൽഡും ഡാർവിനും ജോൺസണും അവർ ആദ്യമായ ആൾക്കാരാണ്. അതിൽ CI സ്കോഫീൽഡാണ്, നമുക്കെല്ലാം അറിയാം, സ്കോഫീൽഡ് ബൈബിൾ ഈ ഡിസ്പെൻസേഷണൽ ടീച്ചിങ് ശരിയായിട്ട് വിശദമായിട്ട് പഠിപ്പിക്കുന്നത്, കർത്താവിൻ്റെ വിവിധ വരവിൻ്റെ വിവിധ വിശദമായ കാര്യങ്ങൾ, അതിന് യാതൊരു സംശയമില്ല. അതോടുകൂടി ഭാവി കാര്യങ്ങളെപ്പറ്റി, ഭാവിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായ ഒരു സമയബന്ധിതമായ പരിപാടി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഹൗ ഡു വി റെസ്പോണ്ട്? അപ്പോൾ കർത്താവ് വരാൻ സമയമായെങ്കിൽ നാം എങ്ങനെയാണ് റെസ്പോണ്ട്? ഇനി എത്ര നാളുണ്ട്? അത്തി തളിർത്തു അല്ലേ? അത്തി തളിർത്തതിന് ശേഷമുള്ള തലമുറയാണ് ഇവിടെ ഇരിക്കുന്നത്. 1948 ഈ മെയ് 14 1948 മെയ് 14 ഇന്ന് 77 വർഷമായി. 77 വർഷം മുമ്പ് അത്തി തളിർത്തു. ഇസ്രായേലിൻ്റെ പുനർജന്മം, ഇസ്രായേലിൽ ആണ് ലോക ചരിത്രത്തിൻ്റെ ഘടികാരം എന്ന് നമുക്കറിയാം. ഇസ്രായേലിൻ്റെ പോക്കുകൾ, നീക്കങ്ങൾ ഒക്കെയാണ് നമ്മുടെ കർത്താവിൻ്റെ വരവിനെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് നമുക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കൂട്ടരാണ് നാം. നോക്കുക, മനുഷ്യത്തിൻ്റെ വരവ് 77 വർഷമായി കർത്താവ് വീണ്ടും അവർ പുനഃസ്ഥാപിച്ചെങ്കിലും ഇനി ഒത്തിരി പദ്ധതികൾ അവരെക്കുറിച്ചുണ്ട്. എന്താ ഇപ്പോൾ സംഭവിക്കുന്നത്? ഗാസയിൽ എന്താ സംഭവിക്കുന്നത്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. സെഫന്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം. ഗാസയിൽ നിന്ന് സംഭവിക്കുന്നത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സെഫന്യ 2:4-5 വാക്യം വായിക്കുന്നത്. സെഫന്യാവ് 2:4-5. ഹബക്കുക്കിന് ശേഷമാണ് സെഫന്യാവ്. ഗസ നിർജ്ജനമാകും, അസ്കലോൻ ശൂന്യമായി തീരും. അസ്തോദിനെ അവൾ മധ്യാഹ്നത്തിങ്കൽ നീക്കിക്കളയും. എക്രോൻ നിർമൂലനാശം വരും. സമുദ്രതീര നിവാസികളായ ക്രേത്യ ജാതിക്ക് അയ്യോ കഷ്ടം. ഫെലിത്യദേശമായ കനാനെ, യഹോവയുടെ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. 7-ാം വാക്യം. തീരപ്രദേശം യഹൂദാഗ്രഹത്തിൻ്റെ ശേഷിപ്പിന് ആകും, അവർ അവിടെ മേയിക്കും. ഇന്നലെ രാത്രിയിൽ ഒരു അമിത് സർഫാത്തിയുടെ ഒരു സംസാരം ഞാൻ കേൾക്കുകയായിരുന്നു. ഒരു ജൂയിഷ് മെസ്സിയാനിക് ജൂ ആണ്, പ്രശസ്ത എഴുത്തുകാരനും ചിന്തകനുമാണ്, ധാരാളം പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇത് പ്രാവർത്തികമാകുക, ഇതങ്ങ് ദിസ് ബീങ് സീൻ ഇൻ നമ്മുടെ മുന്നേ കാണുക അല്ലേ? ഗസ നിർജ്ജനമാകും. ഗസ ആർക്കാ കിട്ടാൻ പോകുന്നത്? 2 മാസത്തിനകം, മിക്കവാറും 1.5 മാസത്തിനകം കംപ്ലീറ്റ് ഭരണം ഇസ്രായേൽ ഏറ്റെടുക്കാൻ പോവുകയാണ്. എത്ര വർഷം പോയത്? BC 610-ലോ 620-ലോ സെഫന്യാവ് എഴുതിയത്. 2600 വർഷം മുമ്പ് എഴുതിയത് ഇന്ന് നമ്മുടെ കൺമുമ്പിൽ കാണുക. നമ്മൾ ബോധവാന്മാരാണോ? ഹൗ ഡു വി റെസ്പോണ്ട് ടു ദിസ് റിയാലിറ്റി അറൗണ്ട് അസ്? നമ്മുടെ മുന്നിൽ കാണുന്ന ഈ യാഥാർത്ഥ്യത്തെ നാം എങ്ങനെ ക്രിയാത്മകമായി പ്രതികരിക്കുന്നുണ്ട്? ചിന്തിക്കണം. കർത്താവിന് വളരെ അടുത്തിരിക്കുക. ഗസ നിർജ്ജനമാകാൻ പോവുകയാണ്. ആ കുറ്റം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തീസും ഇസ്ലാമിക് ജിഹാദും അവരെല്ലാവരും ഒന്നിക്കുകയാണ്. അവരെ എല്ലാം തകർക്കുവാൻ ഉള്ള ഒരു ശ്രമം നടക്കുകയാണ്. ഞാൻ ഈ ഫെബ്രുവരിയിൽ വൈറ്റ് ഹൗസിൻ്റെ നിന്നുള്ള ക്ഷണപ്രകാരം ഞാൻ പ്രസിഡന്റ് ട്രംപിനുമായിട്ടുള്ള പ്രെയർ ബ്രേക്ക്ഫാസ്റ്റ് പങ്കെടുത്തിരുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞത്, ട്രംപ് പറഞ്ഞത്, ഞങ്ങളുടെ അഭിസംബോധന സംസാരിച്ചതാണ്, ഐ വാണ്ട് റിലീജിയസ് ഫ്രീഡം ടു എവരിബഡി. ലോകത്ത് ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ഫ്രീഡം ഉണ്ടാകുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ബൈബിൾ പറയുവാൻ, അമേരിക്കയിൽ പോലും ബൈബിൾ പങ്കുവയ്ക്കുവാൻ അതിനെ എതിർക്കുന്ന ഒരു കൂട്ടരാണ്. അദ്ദേഹം പറഞ്ഞു, വി ഷുഡ് ഗെറ്റ് ബൈബിൾ ബാക്ക് ടു അമേരിക്ക. അദ്ദേഹത്തിൻ്റെ പോളിസിയെല്ലാം ഞാൻ യോജിക്കണമെന്നില്ല. അദ്ദേഹം പക്ഷേ ഈ കാര്യങ്ങൾ പറഞ്ഞു. ബൈബിൾ പിടിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ബൈബിളിലേക്ക് വരണം. ഇത് അമേരിക്കയുടെ അടിസ്ഥാനം ബൈബിളാണെന്നുണ്ടെങ്കിൽ ആ ബൈബിളിലേക്ക് നാം തിരികെ വരണം. നാം ഒത്തിരി അകന്നുപോയി. ലോകം മൊത്തം അതാണ്. ലോകം ബൈബിളിലേക്ക് തിരികെ വരണം. ഈ ബൈബിൾ എന്ത് ചെയ്തു ഈ ലോകത്തിന്? ഈ ബൈബിൾ ലോകത്തെ അധുനവൽക്കരണത്തിന് കാരണമായി. ഇന്ന് ഭാരതത്തെയും ഭാരതമാക്കിയത് ബൈബിളാണ്. കഴിഞ്ഞ നാളിലൊക്കെ ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യക്ക്, ഭാരതത്തിന് ബൈബിൾ എന്ത് ചെയ്തു? ആധുനിക ഭാരതം ബൈബിളിൻ്റെ സൃഷ്ടി. എൻ്റെ മേജർ ബുക്ക് ഒരു 800 പേജുണ്ട്. ഭാരതത്തിൽ ബൈബിൾ പ്രവർത്തകർ, വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ഉടച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം.
അതിനെതിരായിട്ടാണ് ഞാനൊരു ഗവേഷണം നടത്തി പറഞ്ഞത്, ലെറ്റ് ദെയർ ബി ഇന്ത്യ ദ ഇമ്പാക്ട് ഓഫ് ദ ബൈബിൾ ഓൺ നേഷൻ ബിൽഡിംഗ്. ആധുനിക ഭാരതം സൃഷ്ടിച്ചത് ഫ്രം ലാംഗ്വേജ് ടു ലിറ്ററേച്ചർ ടു ലിറ്ററസി ദൈവമക്കളാണ്. ഈ നമുക്ക് ഭാഷകളെ വികസിപ്പിച്ചത്, വിദ്യാഭ്യാസം നൽകിയത്, ആയുർരംഗത്ത് പ്രവർത്തിച്ചത്, സോഷ്യോ ഇക്കണോമിക് ട്രാൻസ്ഫർമേഷൻ, സമൂഹത്തിൽ സമൂല പരിവർത്തനം വരുത്തത് ബൈബിൾ പ്രവർത്തകരാണ്, ദൈവമക്കളാണ്, സുവിശേഷരാണെന്ന് യാതൊരു എല്ലാവിധ രീതിയിലും ഞാൻ വ്യക്തമായി അനിശ്ചിതമായ ചരിത്ര തെളിവുകൾ നിരത്തിവെച്ച് ഞാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ബൈബിളാണ് ഇന്ത്യയായിട്ടെങ്കിൽ എന്തിന് ബൈബിൾ പ്രവർത്തകരെ ഇന്ന് നശിപ്പിക്കുന്നു? കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നിടത്തോളം ഇതിനുള്ള എതിരുകൾ കൂടുന്നത് നമ്മൾ ചിന്തിക്കാം. എന്തുകൊണ്ട് നമ്മളെ ഇപ്പോൾ നശിപ്പിക്കുന്നു? ഇന്ന് ഭാരതത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതെന്താണ്? പീഡനമാണ്. ഇതാണ് ഇന്ത്യയിൽ നടക്കുന്നത്. It's a burned Bible from Manipur. 2023 മെയ് 3 ഒരു സഭാ ഹാളിന്റെ ഇംഫാൽ സിറ്റി, മണിപ്പൂരിന്റെ തലസ്ഥാനം ഇംഫാൽ സിറ്റിയിലെ സഭാ ഹാളിൽ സുവിശേഷകനോട് ആരോ രാത്രി 12 മണിക്ക് വിവരം അറിയിച്ചു, ഓടിപ്പൊക്കോ, ഭാര്യയുണ്ട്, അദ്ദേഹം മെയ്ത്തിയും അദ്ദേഹത്തിന്റെ ഭാര്യ കുക്കിയുമാണ്, 2 കൊച്ചുകുട്ടികളുടെ ഓടിപ്പോയിക്കുക, നീ കൊല്ലപ്പെടും, ഓടിക്കോ. കാടുകളിലേക്ക് ഓടിപ്പോയി. രാത്രി 2 മണിയായപ്പോൾ ഒരു ട്രക്ക് വന്നിട്ട് ആ പള്ളിയിലെ എല്ലാം എടുത്തുകൊണ്ട് പോയി. അതിനുശേഷം ഒരു 4 മണിയായപ്പോൾ ട്രക്ക് ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്ന് കത്തിച്ചു. ആ കത്തിച്ച സ്കൂൾ സഭാ ഹാളിൽ നിന്ന് ഞാൻ പൊക്കിയെടുത്താണ്. 2 പ്രാവശ്യം ഞാൻ പോയിരുന്നു. കരന്താപ്പർ എന്നെ ഇന്റർവ്യൂ ചെയ്ത് നിങ്ങൾ പലരും അത് കണ്ടു കാണും. വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന്. അതിദാരുണമായ രീതിയിൽ ക്രൈസ്തവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1997 ശേഷം നടക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായി മോദിയുടെ കാലം മുതൽ അതിദാരുണമായ സംഭവമാണ്. ഇന്ന് 5 ആവറേജ് ഒരു ദിവസം ശരാശരി 5 അക്രമങ്ങളാണ് നടക്കുന്നത്. ചിന്മ സൗരിയുടെ വന്നിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം ഞാൻ ഛത്തീസ്ഗഡിൽ പോയിരുന്നു. ഛത്തീസ്ഗഡിൽ എന്താണ് മിനിഞ്ഞാന്ന് 1000-ലധികം വിശ്വാസികൾ ചേർന്ന് ഒരു മാർച്ച് നടത്തിയുണ്ടായി. അവിടുത്തെ നേതാക്കന്മാരുമായിട്ട് എന്നും ഇടപെടാറുണ്ട്. നമ്മുടെ ജിം മാത്യു അവിടെ വർക്ക് ചെയ്യുന്നു. പ്രിയ സഹോദരിയും കുടുംബം 50 വർഷത്തോളമായി ആ ഛത്തീസ്ഗഡിൽ ആ ബസ്തർ നടക്കുകയാണ്. ആ ബസ്തറിലെ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് സഭാ ഹാളിൽ കൂടാനൊക്കത്തില്ല, വീടുകളിൽ കൂടാനൊക്കത്തില്ല. ഈയിടെ 1 വർഷം മുമ്പ് 80 ഏക്കർ ഒന്നിച്ച് വിശ്വാസികളുടെ 80 ഏക്കർ സ്ഥലം മറ്റുള്ളവർ ഒന്ന് കൊയ്തു. സ്വന്തം അവിടുത്തെ പബ്ലിക് വെല്ലിൽ അവർക്ക് വെള്ളം കോരാനൊക്കത്തില്ല, കടകളിൽ നിന്ന് സാധനം കൊടുക്കത്തില്ല, തൊഴിൽ അനുവദിക്കത്തില്ല. ഇത്ര കിരാതമായ ഒരു അന്തരീക്ഷം ഭാരതത്തിനുണ്ടായിട്ടില്ല. India is not a democratic country. It is demonization. We are seeing it. പൈശാചികത്വമാണ്. It is not democracy. It is democracy here. We have become a barbarous nation. ഇന്ത്യ ഒരു ബർബരന്മാരുടെ രാജ്യമായി മാറുകയാണ്. ഇന്ന് UP-യിൽ ഒരു ബൈബിൾ കൊണ്ട് നടന്ന അറസ്റ്റ് ചെയ്ത് നമ്മുടെ സഹോദരന്മാർ ഉൾപ്പെടെ, UP-യില്, MP-യില്, രാജസ്ഥാനില് നമ്മുടെ സഹോദരന്മാർ ഉൾപ്പെടെ കിടക്കുകയാണ്. അവിടെ കിടന്ന ജോസ് പാപ്പച്ചനും വൈഫും എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഇനി ഞാൻ 5 വർഷത്തേക്കാണ് അവരെ വിധിച്ചത്. നേരത്തെ 9 മാസം അവരെ ജയിലിലിട്ടിരുന്നു. വലിയ ഉപദ്രവമാണ്. ഇന്ന് 800-ലധികം വിശ്വാസികൾ ഇന്ന് ജയിലിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, നിങ്ങൾക്കറിയാം നാം എന്ത് ചെയ്യണം. അത്തിത്തടുത്ത് അവസാനം കർത്താവ് വരാൻ പോവുകയാണ്. എന്നാൽ കർത്താവ് വരുമ്പോൾ അതിൻ്റെ ഒരു ലക്ഷണം അതാണല്ലേ. 24-ാം അധ്യായം നോക്കുക. 24-ന്റെ തന്നെ മത്തായി 24-ന്റെ 8-ാം വാക്യം. എങ്കിലും ഇതൊക്കെയും ഈ നോവിന്റെ ആരംഭത്തിൽ അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. That's what's exactly happening. ആരെയും ഏത് സമയത്തും ജയിലിനാം. നമ്മുടെ ഭരണഘടന, അതുകൊണ്ട് സാധനം നടക്കുന്നത്, നമ്മുടെ ഭരണഘടന നമുക്ക് എല്ലാവിധമായ മതനിരപേക്ഷതയിലും ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം തന്നെ നമുക്ക് ലഭിച്ചത് ക്രൈസ്തവ മുസ്ലിമാർ പ്രവർത്തിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യം നൽകിയത്. എന്നാൽ അതിനെതിരായിട്ടുള്ള ധ്വംസനമാണ് ഇവിടെ നടക്കുന്നത്. മനുഷ്യാവകാശ ധ്വംസനം. നാം എന്ത് ചെയ്യാൻ നോക്കും? നമുക്കറിയാം ഇതൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് ഇടറിപ്പോകരുത്. ഇതുകൊണ്ട് കർത്താവ് 4-5 കാര്യങ്ങളാണ് 24-ാം അധ്യായത്തിൽ വിശ്വാസികളോട് പറയുന്നത്. അത് ഇന്ന് നമുക്കൊന്ന് പ്രസക്തമാണ്. കർത്താവ് പറയുകയാണ്, ഡു നോട്ട് ബി ഡിഫീറ്റഡ്. പരാജിതരാകരുത്. ദീസ് തിങ്സ് ആർ ബൗണ്ട് ടു ഹാപ്പൻ. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. തെർട്ടൂലിയൻ പറഞ്ഞല്ലോ.
ഗ്രഹാം സ്റ്റെയിൻസിന്റെ രക്തമാവട്ടെ, കാന്തമലിലെ 40ഓളം വിശ്വാസികളുടെ രക്തമാവട്ടെ, ഡാങ് ഡിസ്ട്രിക്റ്റില്, ഈ ഛത്തീസ്ഗഡില് ഇപ്പോഴും നമ്മുടെ വിശ്വാസികളെ കൊന്നു മുടിക്കുകയാണ്. ഇന്ന് ഞാൻ ഈയിടെ യൂട്യൂബിൽ നിങ്ങൾ പലതും കണ്ടു കാണും. ഇന്ന് ഇഫ് യു മർഡർ എ മിഷണറി യു വിൽ ബിക്കം എ മിനിസ്റ്റർ. ഇതാണ് ഇന്നത്തെ സ്ഥിതി. ഒരു മിഷണറിയെ കൊന്നാൽ നീ ചീഫ് മിനിസ്റ്റർ ആകും. ആരാണ് ഇന്ന് ഒറീസയിലെ ചീഫ് മിനിസ്റ്റർ? ദാരാസിംഗിന്റെ കൂടെ നിന്ന് ഗ്രഹാം സ്റ്റെയിൻസിനെയും 2 കുട്ടികളെയും ചുട്ടരിച്ച ആ മനുഷ്യനാണ് ഇന്ന് ഒറീസയിലെ ചീഫ് മിനിസ്റ്റർ. അതിന്റെ കൂടെ നിന്ന് രംബോ എന്ന് പറഞ്ഞ മറ്റേ ആളെ റിലീസ് ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച രാഷ്ട്രപതിക്ക് ദാരാസിംഗ് ലെറ്റർ കൊടുത്തു കഴിഞ്ഞു, എന്നെ വിടുവിക്കണമെന്ന്. ഇതാ കൊല്ലുക. മിഷണറിമാരെ കൊന്നാൽ മിനിസ്റ്റർ ആകുന്ന ഒരു അന്തരീക്ഷം ഇവിടെ സംജാതമായിരിക്കും. കിരാത ഭരണമാണ്. നമുക്ക് എന്ത് ചെയ്യാനൊക്കും? നമുക്ക് പ്രാർത്ഥിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. 3 രീതിയിലുള്ള അക്രമമാണ്: ഫിസിക്കൽ, ഇന്റലക്ച്വൽ ആൻഡ് ഫൈനാൻഷ്യൽ. ഫിസിക്കലി നമ്മുടെ പ്രിയപ്പെട്ടവരെ ചുട്ടരിക്കുകയാണ്, കൊല്ലുകയാണ്. നമ്മുടെ സ്കൂളിൽ നമുക്ക് കൂടാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് UP-യിലായിരുന്നെങ്കിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? 10-20 പേർ ഇങ്ങോട്ട് വരും, നമ്മളെ അടിച്ചു ശരിയാക്കും. അത് കഴിഞ്ഞിട്ട് പോലീസിന് ഫോൺ ചെയ്യും, നമ്മളെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്യും, അവരെ വിടുവിക്കും. ഇതാ നടക്കുക. ഇന്നിപ്പോൾ നടക്കുക. നമ്മളെന്താ ചെയ്യേണ്ടത്? മലയാളിയുടെ വിചാരം ഒരു കുഴപ്പം, ഇവിടെ ക്രിസംഖ്യകൾ ഇഷ്ടമല്ലേ, ഇഷ്ടം പോലെ അല്ലേ, നമുക്കൊന്നും കുഴപ്പമില്ല. ഓർക്കണം ബ്രദറെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെ പ്രതികരിക്കും? കർത്താവ് വരാൻ സമയം. സോ ഡോണ്ട് ബി ഡിഫീറ്റഡ്. നമുക്ക് പരാജിതരാകരുത്. അതുമാത്രമല്ല അന്ത്യകാല ലക്ഷണമായിട്ട് താൻ പറഞ്ഞിരിക്കുന്നത് 4-ാം വാക്യത്തിൽ 24:4 അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അതെ, തെറ്റിക്കപ്പെടും. ഇന്ന് ഞാൻ പറഞ്ഞു, അനേകർ ക്രിസ്തു വിമോചകനാന്ന് പറഞ്ഞിട്ട് ഒത്തിരി ക്രിസ്ത്യൻ കൾട്ടുകൾ കൂടിയാണ് നമ്മുടെ ചുറ്റും. കർത്താവിന്റെ വരവിന്റെ ഒരു ലക്ഷണം അതാണല്ലേ. ക്രിസ്ത്യൻ കൾട്ടുകൾ ധാരാളമാണ്. ഇന്നിപ്പോൾ രാവിലെ വീട്ടിൽ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ലിഫ്റ്റിൽ ഒരു സ്ത്രീ കഴിഞ്ഞു. എവിടെ പോകണമെന്ന് ചോദിച്ചു. പറഞ്ഞു, സ്വർഗീയ വിരുന്നിന് പോവുകയാണ്. ഞാൻ പേര് പറയുകയല്ല, കൾട്ടാ ഇതെല്ലാം. കേരളത്തിലെ ഇത്ര അഭ്യസ്ത വിദ്യരായ ബുദ്ധിമാന്മാരായ പ്രിയപ്പെട്ടവരെ എങ്ങനെ ഈ കൾട്ടുകളുടെ പിന്നാലെ പോകും? ബന്ധുത്വമല്ല വേണ്ടിയത്. വഞ്ചിക്കപ്പെടുകയാണ്. അന്ത്യനാളിൽ വിശ്വാസികളെ നാം വഞ്ചിക്കപ്പെടരുത്, നാം പരാജിതരാകരുത്. 6-ാം വാക്യം, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ചഞ്ചലപ്പെടരുത്. യുദ്ധശ്രുതികള് അതിന്റെ ചുറ്റും കാണുന്നത് ചുറ്റും. എന്നാൽ ഇപ്പൊ ഇനി കാണാൻ പോകുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് എസെക്കിയേലിന്റെ 38-39 പറയുന്നത് പോലെ ഒരു സമാധാനം വരാൻ പോവുകയാണ്. അതാണ് ട്രംപ് പറഞ്ഞത്. സമാധാനമാണ്, ലോകത്ത് സമാധാനം ഉണ്ടാകും. ഞാൻ വിശ്വസിക്കുന്നത് ഏതാനും ചില മാസങ്ങളിൽ ഈ ഹമാസിന്റെ കാര്യം കഴിയും, അവിടെ ഒരു സമാധാനം വരാൻ പോവുകയാണ്. അടുത്ത 3-4 വർഷം ഇസ്രായേൽ ഏറ്റവും സമ്പൽ സമൃദ്ധമാകാൻ പോവുകയാണ്. ആ സമയത്താണ് നിങ്ങൾ സുരക്ഷിതത്വം ഉള്ളവരാണ്, സമാധാനമുള്ളവരാണെന്ന് ചിന്തിപ്പിക്കുമ്പോഴാണ് ഇറാനും ടർക്കിയും സുഡാനും ലിബിയയും റഷ്യയും കൂടെ ചേർന്നിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നു. ഹർമഗദൻ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ചൈനയിൽ നിന്നും 6500 മൈലില് ദൂരത്തിൽ റോഡുകളായി കഴിഞ്ഞു. ഇവിടെ നിന്ന് 20 കോടി കാലാൽപ്പട ഇന്ത്യയിൽ നിന്ന് പോകേണ്ടതായിട്ടുണ്ട്. ഹർമഗദൻ യുദ്ധം. യൂഫ്രട്ടീസ് നദി വറ്റി തുടങ്ങിയിരിക്കുകയാണ്. ഇതാ ഒലിവ് മലയിൽ ഒരു വിള്ളൽ ഉണ്ടായിട്ടുണ്ടെന്ന് കേൾക്കുന്നു. നമ്മുടെ കർത്താവിന്റെ പാദം ഒലിവ് മലയിൽ പോകുമ്പോൾ അത് സമതലമാകും നമുക്കറിയാം. അപ്പൊ കാര്യങ്ങൾ നീങ്ങുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം 2000 വർഷമേ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. 2, നിങ്ങൾ നിരാശരാകരുത്. യുദ്ധമുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, അക്രമങ്ങളുണ്ടാകും, നിങ്ങൾ നിരാശരാകരുത്. 3, യു ഡോണ്ട് ബി ഡിഫീറ്റഡ്, നിങ്ങൾ പരാജിതർ ആകരുത്. എന്നാൽ അതിന്റെ ഇടയ്ക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? 14-ാം വാക്യത്തിൽ 13-14 വായിച്ചേ. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അപ്പോ ഈ പീഡനത്തിന്റെയും അക്രമങ്ങളുടെയും ചുട്ടരിക്കലിന്റെയും മധ്യത്തിൽ കർത്താവിന്റെ സുവിശേഷം ശക്തമായി ലോകമെങ്ങും പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോസ് പാപ്പച്ചനും അവരെ പറയാണ്ടായി. ആദ്യത്തെ 3-4 ദിവസം ജയിലോട്ട് പോയപ്പോൾ അങ്ങോട്ട് ഇടിച്ച് കയറ്റുന്നത് വെൽക്കം എന്നാ പറയുന്നത്. മിലാവുസ്കോ എന്താണ് തടവുക ചെയ്യുന്ന ആദ്യം ഒരൊറ്റ അടി ഇവിടെയാണ്. താഴെ വീഴും, മറ്റൊരാളും വീഴും, അടിക്കും, ചവിട്ടും, തൊഴിക്കും. അങ്ങനെയാണ് ജയിലിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ റിസീവ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള 800-ലധികം പ്രിയപ്പെട്ടവരാണ് കിടക്കുന്നത്. എന്നാൽ അവർ പറഞ്ഞു ആദ്യത്തെ 3-4 ദിവസം വലിയ ദുഃഖമാണ്, ഇതെങ്ങനെ ഇടപെടും? എന്നാൽ 4-5 ദിവസം കഴിയുമ്പോൾ എത്ര നാളെ കിടക്കണമെന്ന് അറിയത്തില്ല. അവർ പാട്ട് പാടാൻ തുടങ്ങും, പ്രാർത്ഥിക്കാൻ തുടങ്ങും.
ഇന്ന് ജയിലുകളിൽ, UP ജയിലുകളിൽ, ഛത്തീസ്ഗഡിലെ ജയിലുകളിൽ അനേകർ കർത്താവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. I make this statement always. The next greatest gospel revolution is going to take place in the prisons of India. Hallelujah. പിന്നെ നമ്മൾ ബ്രദറായിട്ട് ഹാലലുയ പറയത്തില്ലല്ലോ. അടുത്ത വലിയ സുവിശേഷ വിപ്ലവം ഇന്ത്യയിൽ ആരംഭിക്കാൻ പോകുന്നത് നമ്മുടെ ജയിലുകളിലാണ്. അനേകം ജയിലുകളിൽ വെച്ച് വിശ്വാസമുണ്ട്. ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ പാട്ട് കേട്ടിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രിസ്തുവിലേക്ക് വരികയാണ്. ഐ എം ഇൻ ടച്ച് വിത്ത് a lot of people. ഇതാണ് നടക്കാൻ പോകുന്നത്. ക്രിസ്ത്യാനികൾ പേടിക്കണ്ട, വിലങ്ങുകൾ പേടിക്കണ്ട. പൗലോസും പ്രിയപ്പെട്ടവരും എല്ലാവരും വിലങ്ങുകൾ ധരിച്ചുവെങ്കിൽ ഞാനും നിങ്ങളും അത് പേടിക്കേണ്ട ആവശ്യമില്ല. പരാജിതരാകരുത്, നിരാശരാകരുത്, വഞ്ചിതരാകരുത്. അത് മാത്രമല്ല, എന്നാ നാം വായിക്കുന്നത് 35-ാം വാക്യങ്ങൾ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. സന്ദേഹിക്കരുത്, സംശയിക്കരുത്. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, നശിക്കുമീ ധരയ്ക്കുമീതിലുള്ളതൊക്കെയും നശിക്കയില്ല. നാഥനാം അവന്റെ വാക്കൊരിക്കലും, ഇതാണ് വാക്ക്, ഇതാണ് വെളിപ്പാട്. ഞാൻ നിങ്ങളെ കൈവിടുകയില്ല. നാം വായിച്ചല്ലോ, ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല. ഈ പ്രിയപ്പെട്ടവര് അനേകര് ജയിലിൽ കിടക്കുമ്പോൾ അവർ പറയുന്നത് എൻ്റെ കർത്താവ് കൂടെയുണ്ട്. പക്ഷെ നാം എന്ത് ചെയ്തു? അതുകൊണ്ട് നാം ഒരുങ്ങിയിരിക്കും. നമ്മൾ എങ്ങനെയാണ് ഒരുങ്ങുന്നത്? ആർ വി റെഡി ടു, ആർ വി പ്രിപ്പയറിംഗ് ടു ഡൈ? നമ്മൾ എത്ര പേര് മരണത്തിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്? തയ്യാറെടുപ്പുണ്ടോ? എടുക്കണ്ടേ? ഒരുങ്ങിയിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന്റെ വരവും മരണവും അതുപോലല്ലേ. ഒന്നുകിൽ മരിക്കും, അല്ലെങ്കിൽ കർത്താവ് വരും. നാം മാറ്റപ്പെടും. നമ്മൾ ഈ ശരീരം വിട്ടുപോകാൻ വേണ്ടി ഒരുങ്ങിയിട്ട് ഞാനൊരു ട്രാക്ക് ചെയ്തിട്ടുണ്ട്, ലിവ് ഹാപ്പിലി ആൻഡ് റെസ്റ്റ് പീസ്ഫുള്ളി. ഇത് 3-4 രീതിയിൽ എങ്ങനെയാണ് മരണത്തിന് വേണ്ടി തയ്യാറാണോ എന്നുള്ളത്. എന്താ ചെയ്യേണ്ടത്? ഒന്ന്, സ്പിരിച്വലി വി ഷുഡ് ബി റെഡി. ആത്മീയമായി നാം ഒരുങ്ങണം. 3 കാര്യത്തിൽ. വി ഷുഡ് വർഷിപ്പ് ഹിം, വി ഷുഡ് വാക്ക് വിത്ത് ഹിം, വി ഷുഡ് വിറ്റ്നസ് ഹിം. കർത്താവിനെ നാം ആരാധിക്കുന്നവരായിരിക്കണം. ഞായറാഴ്ച അല്ലല്ലോ, ആരാധന ഉണ്ട്, ആരാധന സ്മാരക ശുശ്രൂഷയുണ്ട്. നമ്മുടെ ആരാധന 24 മണിക്കൂറുള്ളതാണ്. Let every pulse of your heart be praise to God. നിന്റെ ഹൃദയത്തിലെ ഓരോ തുടിപ്പും ഹൃദയ സ്പന്ദനവും സ്തുതിയായി മാറട്ടെ. നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നവരായിരിക്കണം. We should be gossiping the gospel. We should be always praising God. ദൈവമേ എന്നെനിക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് അവന്റെ വ്യക്തിത്വം മനസ്സിലാക്കി, അവന്റെ മഹത്വം മനസ്സിലാക്കി. We should know him. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, I may know him, എനിക്ക് അവനെ അറിയണം. I may know him in his personality, in his purity, in his power, in his passion. യേശുക്രിസ്തുവിനെ അനുനിമിഷം അറിഞ്ഞുകൊണ്ടിരിക്കണം. അവനെ പോലെ ആകാനുള്ള, അവന്റെ സ്വഭാവം എന്നിൽ വരുവാനുള്ള വലിയൊരു തൃഷ്ണ, ഒരു ത്യാഗം, ഒരു വാഞ്ച നമുക്കുണ്ടാവണം. അതാണ് ആരാധന. കർത്താവെ അങ്ങയെപ്പോലെ ആകണം, നിന്നേക്കാൾ സ്നേഹിപ്പാൻ എന്നുടെ ആയുസ്സിൽ ഒന്നും ഉണ്ടാകില്ലേ എന്ന് പറയുന്ന ഒരു വാഞ്ച നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകും. അതാണ് ആരാധന. 24 മണിക്കൂർ കർത്താവെ അങ്ങനെയാണ് ഒരുങ്ങുന്നത്. 2, we should walk with him, be sanctified. പിന്നെ ഈ കർത്താവിന്റെ 2ാമത്തെ വരവിനെ പറ്റി അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും പറയുമ്പോൾ 3-4 കാര്യങ്ങൾ പറയുന്നത്. The Lord is coming, therefore walk in holiness. വിശുദ്ധിയിൽ നടക്കുക. walk in harmony, ഐക്യതയിൽ നടക്കുക. walk in honesty, ആത്മാർത്ഥതയിൽ നടക്കുക. walk in hope, പ്രത്യാശയിൽ നടക്കുക. walk laboring for him, അധ്വാനിച്ച് നടക്കുക, ജീവിക്കുക. Let's walk with him. അവനോട് കയറി നോക്കി നടക്കാം. Let us worship him, let us walk with him, let us witness him. അതാണ്. അപ്പൊ കർത്താവ് വരുന്നുകൊണ്ട് അവരെന്താ പൗലോസ് പറഞ്ഞത്? നീ പൗലോസ് തിമോഥെയോസ് എഴുതി പറയുന്ന യുവാവിനെ എഴുതിയാണ്, തിമോഥെയോസെ നീ എന്നെ കുറിച്ച് വിഷമിക്കണ്ട, എന്റെ ചങ്ങലെ കുറിച്ച് വിഷമിക്കണ്ട, നീ കരയണ്ട, നീ ഒരു ഡോണ്ട് ബി എ ടിമിഡ് പേഴ്സൺ, ബട്ട് നിന്നിലുള്ള അഗ്നി ആളിക്കത്തട്ടെ, നിന്നിലുള്ള കൃപാവരം നീ ജ്വലിപ്പിക്കണം. വേറൊരു ട്രാൻസ്ലേഷൻ പറയുന്ന ഇൻഫ്ലെയിം എന്നാണ് പറയുന്നത്. നിന്നുള്ള അഗ്നി ആളിക്കത്തണം. എനിക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ദൈവിക ആത്മീ സുവിശേഷത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ നിറവ് ആളിക്കത്തിച്ച് അത് ദൈവിക ശുശ്രൂഷയ്ക്കും ദൈവമക്കളുടെ ഉദ്ധാരണത്തിനും ഉപകാരമായിട്ട് മാറും. നാം വിറ്റ്നസ് ചെയ്യണം. ഹൗ ഡു വി വിറ്റ്നസ്? നമ്പർ 1, വി വിറ്റ്നസ് ത്രൂ അവർ ലൈഫ്. നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പറയാതെ നാം ഉറങ്ങരുത്. ഞാൻ പറയായിരുന്നു 3500 സുവിശേഷന്മാർ നമുക്കുണ്ട്. ഒരു സുവിശേഷൻ 10 പേരോട് സുവിശേഷം പറഞ്ഞാൽ എത്രയായി? നമുക്ക് 2.5 ലക്ഷം ബ്രദറുകാരുണ്ടെന്നാണ് ഇപ്പൊ 4000-ഓളം സഭകളിൽ. 2.5 ലക്ഷം വിശ്വാസികൾ, ബ്രദറുകാർ ഒരാളോട് ഒരു ദിവസം പറഞ്ഞാൽ എത്രയായി? നാം എന്താ ചെയ്യുന്നത്? ഇവിടെ ബൈബിൾ ത്രൂ അവർ ലൈഫ്, ത്രൂ ലിറ്ററേച്ചർ. നമുക്ക് എവിടെ ലിറ്ററേച്ചർ ഉണ്ട്? ഞാനിവിടെ ബൈബിൾ സൊസൈറ്റിയിലെ ഒരു സെക്രട്ടറിയെ കണ്ടു ആന്ധ്രാപ്രദേശത്ത്. എന്താ നിങ്ങൾ ബൈബിൾ ഇല്ല, ബൈബിൾ അടിക്കാൻ പൈസ ഇല്ല.
ഒരു ബൈബിളിന് 400 രൂപ 350 രൂപ നമ്മൾ എങ്ങനെ വെക്കും? ഗിദെയോൻകാരുടെ ബൈബിളില്ല. എന്തുകൊണ്ട്? നമ്മൾ എന്ത് ചെയ്യാണ് ഈ പൈസയൊക്കെ? ക്ഷമിക്കണം, എന്നോട് ഇത് പറയരുതെന്ന് എൻ്റെ കുടുംബം പറഞ്ഞിട്ട് എന്നാലും പറയുകയാണ്. നിങ്ങൾ ഇടപെട്ടേ മതിയാവും. ദൈവമക്കള് 85 വർഷം മുമ്പ് മിഷണറിമാരാരംഭിച്ച GLS, ബോംബെയിലെ GLS 1939 ആരംഭിച്ചാണ്. എല്ലാം വിറ്റ് തൊലച്ച് 13 കോടി രൂപ ഷെയർ മാർക്കറ്റിലിട്ട് കളിക്കുക, പന്തയം കളിക്കുക, ഷെയർ മാർക്കറ്റിലിരിക്കുകയാണ്. വിശ്വാസികളുടെ പണം, ഞാനും നിങ്ങളും എല്ലാം കൊടുത്ത പണം, വിശ്വാസികൾ ഗൾഫിലെ ഒക്കെ പാവങ്ങളായ വിശ്വാസികൾ കൊടുത്ത പണം എല്ലാം വിറ്റ് തൊലച്ച് 13 കോടി രൂപ ഇട്ടിരിക്കുകയാണ്. ആര് ചോദിക്കാനാണ്? 20 വർഷമായി ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബു ഭ്രാന്തനാണെന്ന് പറയും. അതാരും ചോദിക്കുന്നില്ല. നേതാക്കന്മാർക്ക് എന്ത് ഇവിടെ ചെയ്യാം? നമ്മുടെ സഭകളിൽ ഈയിടെ ഒരാൾ സഹോദരൻ പറഞ്ഞു, 20 ലക്ഷം രൂപയാണ് ഒരു സഭയ്ക്ക് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇട്ട് പോയത്. എന്തിനാ ഇത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സഭകളിലുള്ള നമ്മുടെ സഭകളിലുള്ള ഈ പൈസ എന്തിനാണ് ബാങ്കിൽ ഇട്ടിരിക്കുന്നത്? എന്തിനാണ് ഇട്ടിരിക്കുന്നത്? സുവിശേഷം പട്ടിണി കിടക്കുകയാണ്. പട്ടിണി ഇത് ഞാൻ ഇവിടുന്ന് എടുത്തതാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ അഭയാർത്ഥി ക്യാമ്പിൽ പോയിരുന്നു. 60,000 നമ്മുടെ വിശ്വാസികളാണ്. 60,000 പേര് ഒന്നുമില്ലാതെ കിടക്കുന്നത്. ഞാൻ ഒരു കഥ പറയട്ടെ. ഞാൻ തേക്കടയിൽ അച്ഛൻ ജിം, ഞങ്ങൾ 4-5 പേര് ആ മണിപ്പൂരിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ, ഒരു അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ശബ്ദം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ്, 6-7 വയസ്സ് കാണും. നല്ല ഇംഗ്ലീഷാണ്. കൊച്ചുകുട്ടി 6-7 വയസ്സ്. അങ്കിൾ അങ്കിൾ പ്ലീസ് ഡോണ്ട് ലീവ് മീ, ഡോണ്ട് ഫോർസേക്ക് മീ. തിരിഞ്ഞു നോക്കുമ്പോൾ കൊഞ്ച് കരയുകയാണ്. ഐ ഹാവ് നോ ഫാദർ, നോ മദർ, നോ ബ്രദർ, നോ ഫുഡ്, നോ ക്ലോത്തിങ്, നോ സ്കൂൾ. എനിക്ക് സ്കൂളില്ല, അപ്പനില്ല, അമ്മയില്ല, പടമില്ല, ഒന്നുമില്ല. 6 വയസ്സ്. നല്ല ഇംഗ്ലീഷാണ്. കാരണം 1835 മുതൽ ക്രൈസ്തവ മിഷണറിമാർ അവിടെ പോയി നോർത്ത് ഈസ്റ്റില് ഇംഗ്ലീഷ് പഠിപ്പിച്ച് അവരെ തിരിച്ചതാണ്. നല്ല ഇംഗ്ലീഷ്. ആ കൊച്ചു കുഞ്ഞു പറയുകയാണ്, ആ പെൺകുട്ടി പറയുകയാണ്, എന്നെ വിടരുതേ, എന്നെ ഉപേക്ഷിക്കരുതേ. ആരുമില്ല, ജ്യേഷ്ഠനില്ല, മക്കളിൽ ആരുമില്ല. ഞങ്ങൾ പിന്നീട് അവിടെ നിന്ന് മനസ്സിലാക്കി, 2 ആഴ്ച മുമ്പ് അവളുടെയും അവളുടെ അപ്പന്റെ അമ്മയും ചുട്ടരിച്ചു. ആ വീട് കത്തിച്ചു. 60,000 പേർക്ക് വീടില്ല പ്രിയപ്പെട്ടവരെ. നാം ഇവിടെ ഉറങ്ങിയാണിരുന്നു. നാം അങ്ങോട്ട് വഴക്കുകയാണ്. ആരാണ് അപ്പോൾ എടുത്തു കൊടുക്കേണ്ടത്? ഇതൊക്കെ ആയിപ്പെട്ട വഴക്ക്. നീ അവസാനിപ്പിക്കുക. ഈ ബ്രദറുകാരുടെ തമ്മിൽ തന്നെ അവസാനിപ്പിക്കുക. എത്ര കോടി രൂപയാണ് ബ്രദറുകാർ ഇവിടെ ഇട്ടിരിക്കുന്നത്? എത്ര സഭകളാണ് രൂപ ഇട്ടിരിക്കുന്നത്? ഒരു നേരത്തെ ആഹാരമില്ലാതെ നമ്മുടെ വിശ്വാസികൾ കിടക്കുമ്പോൾ സുശേഷന്മാർ കേരളത്തിൽ ഫീസ് കൊടുക്കാനില്ലാതെ സുശേഷന്മാരെ എനിക്കറിയാം. ഒരു നേരത്തെ ആഹാരമില്ലാത്ത സുശേഷന്മാരുണ്ട്. നാം എന്താ ചെയ്യുന്നത്? നമുക്ക് തിരിഞ്ഞു നോക്കാം. അതാ ഒരുങ്ങുന്നേ. എന്തുകൊണ്ട് വായിക്കാം നമ്മൾ? ഒന്നും നമ്മൾ ഒരുങ്ങുന്നേ. We need to prepare ourselves to meet the Lord and we are accountable. യജമാന്റെ കാര്യം പറഞ്ഞു. അതാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ കൂടുന്നില്ല, ഇവിടെ എല്ലാവർക്കും അതിനും അറിയാം. യജമാന് കടുക്കം കൊടുക്കണം. How did you trade your talents? How did you invest your things? എങ്ങനെ മുതൽ മുടക്കി? യു ഇൻവെസ്റ്റഡ് യുവർ ടൈം. നിങ്ങളുടെ സമയം നീ എങ്ങനെയാണ് മുതൽ മുടക്കുന്നത്? ഇൻവെസ്റ്റ് യുവർ ടാലൻസ്. നമുക്ക് ടാലന്റുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു? ഇൻവെസ്റ്റ് യുവർ ട്രഷർ. നമ്മുടെ ധനം എങ്ങനെ ഉപയോഗിക്കുന്നു? ഇൻവെസ്റ്റ് ദ ട്രൂത്ത്സ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ യു. നമുക്ക് ലഭിച്ചിരിക്കുന്ന സത്യം നാം മുതൽ മുടക്കുന്നു. എല്ലാം കർത്താവിന് വേണ്ടി. കർത്താവിന്റെ വരവിന് അധികം താമസമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് don't be doubting. ദൈവത്തിന്റെ വചനം നിശ്ചയമാണ്. He is not really a covenant making God, he is a covenant keeping God. ഉടമ്പടി ചെയ്യുന്നവൻ മാത്രമല്ല, വാക്കുമാറാത്ത കർത്താവ്, ഉടമ്പടി പാലിക്കുന്നവനാണ്. അവൻ വരും, വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. ഞാൻ അതിനാണ് ഒരു പുസ്തകം എഴുതി, 27 പുസ്തകം എഴുതിയാൽ ഒന്നാണ് ടുമോറോ ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്. ഐ വാസ് എ ജേർണലിസ്റ്റ് ഇൻ ദ മിഡിൽ ഈസ്റ്റ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ എങ്ങനെയാണ് ഹൗ യു ലുക്ക് അറ്റ് ജേർണലിസ്റ്റ് ലുക്ക് അറ്റ് ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. 400 പേര് ഇത് റിലീസ് ചെയ്തത് ബോംബെയിലെ കോൺസൽ ജനറൽ, ഇസ്രായേൽ കോൺസൽ ജനറലാണ്. അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം ജിയോ ആണ്, നിങ്ങളുടെ പുസ്തകത്തിൽ ഞങ്ങളുടെ ഫ്ലാഗ്, ഇസ്രായേലിന്റെ ഫ്ലാഗ് എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാഷിക 1000 ആണ്ട് വാഴാൻ വേണ്ടി യെരുശലേമിൽ വരും. വായിക്കുന്നുണ്ട്, ഞാൻ പുസ്തകം കൊടുത്തു. 1000 ആണ്ട് നിങ്ങളുടെ മഷിക വരാൻ പോകും. അദ്ദേഹം എന്നെ വിടാൻ വേണ്ടി ചർച്ചയ്ക്ക് ശേഷം ലിഫ്റ്റിൽ എന്നെ വിടാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ തോളിൽ തട്ടി പറഞ്ഞു, സാറേ, നിങ്ങളുടെ മഷിക 1000 ആണ്ട് വാഴാൻ യെരുശലേമിലേക്ക് വരുമ്പോൾ ഞാനും കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. We are going to rule the world. അതാണ് മാസ്റ്റർ പ്ലാൻ. ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം all shall be gathered together. കാലത്തിവെങ്കിൽ എല്ലാം ഒന്നായി തീരാൻ പോകും. ഞാനും നിങ്ങളും ലോകം ഭരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സാധാരണ ഞാൻ മോദിയോട് പറയുന്നേ, BJP അല്ല, ഭാരതീയ ജനതാ പാർട്ടി അല്ല, ഭാരതീയ ജീസസ് പരിവാർ BJP. അസൽ BJP ഇരുന്നത് ഭാരതീയ GSS പരിവാറാ. എന്തിനാ 40 വിഷായൊക്കെ വിഷമിക്കുന്നത്? 50-60 വർഷം ഭരിക്കാൻ വേണ്ടി. 1000 ആണ്ട് ലോകം മൊത്തം നിയന്ത്രിക്കാൻ പോകുന്ന നമ്മളാ. യേശു ക്രിസ്തു പോരാ. നൗ യു ബിലീവ് ഇൻ ജീസസ്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ?
ദിസ് ഇസ് എ ട്രെയിനിങ് ടൈം, ദിസ് എ പ്രൊബേഷൻ പീരീഡ്. ഞാൻ ഇപ്പോഴും ഒക്കെ സെക്രട്ടറി സാറും ഒക്കെ പറയുന്നത് എനിക്ക് അന്നൊന്നും അർത്ഥം അറിയത്തില്ല. കൊച്ചു പയ്യനായിരുന്നപ്പോൾ മക്കളെ ഇത് പ്രൊബേഷൻ പീരീഡാ, 70 വർഷം 80 വർഷം ദൈവം തന്നിരിക്കുന്നത്. ഇറ്റ്സ് എ പ്രൊബേഷൻ പീരിയഡ്. വാട്ട് ഡു യു ഡു ഇൻ ദ പ്രൊബേഷൻ പീരിയഡ്? ഓൺലി വൺ തിങ്, ഗോ ആൻഡ് ബി മൈ വിറ്റ്നസ്. നിങ്ങളുടെ സാക്ഷികളാകണം. നമ്മുടെ ഈ പ്രൊബേഷൻ പീരീഡിൽ 70 വർഷം നമുക്കൊരൊറ്റ ജോലിയുള്ളൂ പ്രിയപ്പെട്ടവരെ. റോട്ടി കപ്പട മക്കാനല്ല, ആഹാരം വസ്ത്രം പാർപ്പിടം തന്നെ വന്നുകൊള്ളും. യഹോവ ഇടയനാണെങ്കിൽ നന്മയും കരുണയും പിന്നാലെ വന്നുകൊള്ളും. അതിന് പിന്നാലെ പോകണ്ട. അവൻ കൈവിടാത്തവനാണ്. അവൻ ആഹാരവും വസ്ത്രവും പാർപ്പിടം തരുന്നവനാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ എല്ലാം കിട്ടും. നീ ഒന്നും പോയിക്കണ്ട. പക്ഷെ ഒരു കാര്യം, എന്നെ സാക്ഷ്യപ്പെടുത്തണം. അഗ്നിരക്ഷാ സേനയാണ് നാം. നരകത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന 145 കോടി ഇന്ത്യക്കാരെ രക്ഷിക്കുക എന്റെ കടമയാണ്. അവരോട് ഇത് പറയേണ്ടത് എന്റെ കടമ. വേറൊന്നുമില്ല. ഈ റൊട്ടി കപ്പട മക്കാൻ വേണ്ടി അല്ലേ നമ്മൾ അധ്വാനിച്ച് കഴിയുന്നത്. നോർത്ത് നോക്ക് പ്രിയപ്പെട്ടവരെ, ഇനി അധികം സമയമില്ല. അത് നോക്കുന്ന റീ എഞ്ചിനീയർ ചെയ്യാൻ നമ്മളെ കൊണ്ട്. വി ഷുഡ് റീ എഞ്ചിനീയർ അവർ ലൈഫ്. ദിസ് എ പ്രൊബേഷൻ പീരിയഡ്. ദിസ് എ ട്രെയിനിങ് ടൈം ഫോർ ദ റെയിനിങ് ടൈം. കർത്താവ് ഭരണം ഏൽപ്പിക്കാൻ പോകുന്ന ട്രെയിനിങ് ടൈമാണ്. പ്രൊബേഷൻ പീരീഡിൽ ആരെങ്കിലും ഉദാസീനമായിട്ട് പ്രവർത്തിക്കും? നമ്മളൊക്കെ ജോലി ചെയ്തിട്ടില്ല. ഇല്ല. ഏറ്റവും സൂക്ഷ്മമായി വ്യക്തതയോടെ നാം കൈകാര്യം ചെയ്യും നമ്മുടെ ഓഫീസ് ജോലികൾ. അങ്ങനെയെങ്കിൽ ഈ 70 വർഷം 80 വർഷം കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, വിറ്റ്നസ്സും. അവനെ വിറ്റ്നസ്സും ത്രൂ മൈ ലൈഫ്, ത്രൂ മൈ ലിപ്സ്, ത്രൂ ലിറ്ററേച്ചർ, ത്രൂ ലവ്. അതാണ് ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ വരും, നിങ്ങളെ ചേർത്തുള്ളതുകൊണ്ട് ഒരുങ്ങിയിരിപ്പീൻ. 46 വാക്യം വായിക്കുന്നത്, 45, 46. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനാക്കി വെക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മതി. അപ്പോ യജമാനൻ നമ്മളെ ഏൽപ്പിച്ച് 2000 വർഷം മുമ്പ് താൻ വന്നിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവനെ ഏൽപ്പിച്ച് ചെയ്യുക. എന്താണ്? അവനെ സാക്ഷ്യപ്പെടുത്താം. നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും ഒന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. ആർ യു പ്രിപ്പയർഡ്? നമ്പർ 1, ആർ യു പ്രിപ്പയർഡ് സ്പിരിച്വലി? ആത്മീയമായി ആത്മാവും കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ഒരു കമ്മ്യൂണിയൻ ഉണ്ടോ? കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? കർത്താവുമായിട്ടുള്ള ബന്ധം അനുദിനമുണ്ടോ? കർത്താവിനെ പോലുള്ള ആഗ്രഹമുണ്ടോ? സ്പിരിച്വലി. ദെൻ മെറ്റീരിയലി എനിക്ക് ദൈവം തന്ന ഒക്കെ ഈ കർത്താവിന്റെ വരവിനുമേ ഒരുക്കി ദൈവരാജ്യത്തിന് വേണ്ടിയാണോ നാം മുതൽ മുടക്കുന്നത്? മെറ്റീരിയലി. ദെൻ ഫിസിക്കലി. ഞാൻ ഈ ട്രാക്ട് എഴുതിയപ്പോൾ ഞാൻ ഫിസിക്കൽ പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട് മരണത്തിൻ്റെ. അതായത് ഞാൻ ഇവിടെ ഒരു സഹോദരൻ പെട്ടെന്ന് മരിച്ചപ്പോൾ 100 രൂപ എടുക്കാനില്ല. ആ ഡെഡ് ബോഡി ഒന്ന് കൊണ്ടുപോകാനുള്ള പൈസ കയ്യിലില്ല. ഒരു അച്ഛനെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ദയവേത് മരിച്ചു കഴിയുമ്പോൾ പിള്ളേർക്ക് അങ്ങോട്ട് ഓടാൻ സംഭവിക്കരുത്. ദയവേത് ഉള്ളതൊക്കെ ഒന്ന് എഴുതി വെച്ച് വിൽപ്പത്രം എഴുതി രജിസ്റ്റർ ചെയ്ത് എഴുതി വെക്കണേ. അതുപോലെ ഈ പാസ്വേഡൊക്കെ ഒന്ന് ഭാര്യയ്ക്കും മക്കൾക്കും ഒന്ന് കൊടുക്കണേ. ബാങ്ക് അക്കൗണ്ടും ഒക്കെ. എത്ര പേരാ ഞാനിതെല്ലാം എഴുതി കഴിഞ്ഞു. ഒരു ഹിന്ദു വായിച്ചിട്ട് സ്പിരിച്വൽ റെഫർമേഷൻകാരെന്നും പുള്ളി പറഞ്ഞു, അങ്കിളെ ഞാൻ ഒരു കാര്യം ചെയ്തു, ഞാൻ എൻ്റെ സകല വസ്തുക്കളെ കുറിച്ച് ഡീറ്റെയിൽസ് എടുത്ത് മക്കളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഹിന്ദുവിനെ അത്ര ഇഷ്ടമായി. നമ്മളെന്താ ചെയ്യുന്നത്? ഉള്ളതൊക്കെ കുറേ എഴുതി സൂചിച്ചേട്ട വിലയ്ക്ക് കൊടുക്കും. യു ബി പ്രിപ്പയർഡ്. നോർത്ത് നോക്ക്, നമ്മുടെ കോടികൾ എന്തിനാ? അതുകൊണ്ട് വി ഷുഡ് പ്രിപ്പയർ ഫിസിക്കലി. തയ്യാറായിരിക്കണം. രോഗം വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, കർത്താവ് നമ്മെ നയിച്ചോളും. ഈ ഗേഹം വിട്ടുപോകലും ഈ ദേഹം കെട്ടുപോകലും കർത്തൻസന് നാം ഒത്തുവയ്ക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കോശി മാത്യുവിൻ്റെ വെള്ളിയാഴ്ച കോശി തോമസിൻ്റെ ഫ്യൂണറൽ ഞാൻ പോയി. എൻ്റെ സ്നേഹിതനാണ്. 10-40 വർഷമായി ഞങ്ങൾ സ്നേഹിതനാണ്. 12 വർഷം അനുഭവിച്ചു. 10 ഓപ്പറേഷൻ കഴിഞ്ഞു. തനിക്കുള്ളതെല്ലാം കർത്താവിന് വേണ്ടി ധാരാളം കൊടുത്ത മനുഷ്യനാണ്. ഹി വാസ് എ ഫിലാന്ത്രോപ്പിസ്റ്റ്. ഉമ്മൻചാണ്ടിയുടെ കൂടെ ഇവിടെ ഒരു സോഷ്യൽ മയക്കുമരുന്നൊക്കെതിരായിട്ട് വലിയ മൂവ്മെൻറ്റ് നടത്തിയ ആളാണ്. വളരെ സന്തോഷമായിട്ട് പോയി. 12 വർഷം തൻ്റെ ഭാര്യ പറയാനും 12 വർഷം ശിശു ദൈവം യാതൊരു നിരാശ ഉണ്ടായിരുന്നില്ല. 12 വർഷം, 1.5 വർഷമായി ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രിയപ്പെട്ട എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. റെഡി? ആർ യു റെഡി? കർത്താവ് വരുന്നതുകൊണ്ട് നോഹയുടെ കാലം നമുക്കിതിനെ കൂടുതൽ വേണോ? ഇത് എത്ര നാൾ ചിന്തിച്ചതാ? ഇവിടെ പുത്തരിയാണോ ഈ സഭയിലല്ല? കർത്താവ് വരാൻ പോയി. അവൻ 1000 ആണ്ട് വാഴാൻ വേണ്ടി കർത്താവ് വരാൻ പോയി. ഇനി സംഭവിക്കാൻ പോകുന്നത് പെട്ടെന്ന് കർത്താവ് വരും. നമ്മൾ മാറ്റപ്പെടും. ഇതിൻ്റെ തിങ്കിങ് ഓഫ് ഇത് എത്ര പ്രാവശ്യം കേട്ടതാ. പക്ഷെ റെഡിയാണ്. യജമാനൻ്റെ മുൻകാമ്പ് യജമാനൻ്റെ മുമ്പാണ് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് എത്രയോ പ്രാവശ്യം നേരിട്ടാണ്. പക്ഷേ ഇൻഡിവിജ്വലിലും നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കാം. പഴയ കാലത്ത് ഇന്ന് ഒരൊറ്റ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാൻ ഒരു മനുഷ്യനില്ല.
നമ്മുടെ ലിറ്ററേച്ചർ മിനിസ്ട്രി, റേഡിയോ മിനിസ്ട്രി എല്ലാം ഒരു മനുഷ്യനില്ല. നമ്മുടെ ബൈബിൾ സ്കൂളിൽ ആൾക്കാരില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ പോകണ്ട. നിങ്ങൾ ജോലി എവിടെ ചെയ്യുന്നോ, ഏത് സമൂഹത്തിൽ ജീവിക്കുന്നോ അവിടെ നിങ്ങൾ ഉപ്പായി വെളിച്ചമായിരുന്നാൽ മതി. പൂർണ്ണസമയം നമ്മളെല്ലാം പൂർണ്ണസമയക്കാരാണ്. പ്രിയപ്പെട്ടവരെ, അവൻ വരാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ഞാൻ ഇതിൻ്റെ ഒരു ചെറിയ പുസ്തകം എഴുതി. ഇത് ടുമോറോ ദ ഫ്യൂച്ചർ എ ഗ്ലോബൽ ലീഡർ കമ്മിങ് സൂൺ. ഒരു അഖില ലോക നേതാവ് വരുന്നു. അത് 6 ഭാഷയിലായി, 16 ഭാഷയിൽ 1,00,000 കോപ്പി അടിക്കാൻ, 1,00,000 ആത്മാക്കളെ എത്തിക്കാൻ. ഇപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു പ്രാർത്ഥനയ്ക്കായിട്ട്. തണ്ടർ ഇൻ ദ ഹിമാലയ, സാധു സുന്ദർ സിംഗിന്റെ അനന്തരവനും അനന്തരത്തിയാണ്. സാധു സുന്ദർ സിംഗിനേക്കാൾ 100 ഇരട്ടി കർത്താവിന്റെ വില ഇതാ. ഹിമാലയ സാനുക്കളിൽ 1000 കർത്താവിലേക്ക് വരുവാൻ ഇടയാക്കിയതാണ്. കിഷൻ സിംഗും തൻ്റെ സഹോദരി ശാന്ത കൗറും എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞാൻ അങ്ങനെ ആ പുസ്തകം എഴുതിയതാണ്. ഇത് ഒരു ഫിലിമാവുകയാണ്. പ്രാർത്ഥിക്കണം. ഒരു വലിയ മേജർ മതൽ മടക്കാണ്. 1 കോടി ആൾക്കാരത് കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരു വലിയ തുക മുടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആകാശത്തിലെ ധനം കണ്ടുകൊണ്ടാണ് ഞാൻ എഗ്രിമെൻ്റ് കഴിഞ്ഞ ആഴ്ച ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ലിയോ തദേവൂസാണ് അത് ചെയ്യുന്നത്. എൻ്റെ ഖോജ് എന്ന് പറയുന്ന ഞാൻ എഴുതിയ തരംപ്രകാശമായുടെ പുസ്തകം ചെയ്ത അത് 5,00,000 പേരത് വാച്ച് ചെയ്യുകയുണ്ടായി. അദ്ദേഹം തന്നെ അത് ചെയ്യാൻ കൊണ്ട് പ്രാർത്ഥിക്കുക. പിന്നെയും പല പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അവസരം തന്നതിനായിട്ട് സ്തോത്രം. പറയാനുള്ളത് കർത്താവ് വരാൻ പോകും. ആർ യു റെഡി? ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി ആർ യു റെഡി? കർത്താവ് വരാൻ പോകും. ഒന്നും വേണം. കേസപ്പച്ചന് ആ പാട്ട് എഴുതിയതിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാം അറിയാം. നല്ല കർഷകനായിരുന്നു. അധ്യാപകനായിരുന്നെങ്കിൽ നല്ല കർഷകനായിരുന്നു. ഒരു പ്രാവശ്യം ഏത്തവാഴ വെച്ചു. നല്ലപോലെ ഏത്തക്കൊല അങ്ങ് കുഴച്ചു. നല്ലപോലെ രാവിലെ എന്നും 5 മണിക്ക് എഴുന്നേറ്റ കേസപ്പൻ ചെയ്യുന്നത് ആദ്യമേ പ്രാർത്ഥിക്കുക, വചനം ധ്യാനിക്കുക, എന്നിട്ടാണ് കൃഷി സ്ഥലത്തേക്ക് പോകുന്നത്, സ്കൂളിൽ പോകുന്നതിന് മുമ്പ്. നല്ല കർഷകനായിരുന്നു. എന്നാൽ 1-2 ദിവസം ആ ഏത്തവാഴയുടെ സുഖം കണ്ടുകൊണ്ട് നല്ല വാഴക്കൊല. ആ 1-2 ദിവസം താൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പോയി തിരിച്ചു വന്നാണ് പ്രാർത്ഥിച്ചത്. 3-ാമത്തെ ദിവസം ആ വാഴത്തോപ്പിൽ നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, ശമൂവേലേ, നീ നിന്റെ വാഴയാണോ സ്നേഹിക്കുന്നത്, എന്നെയാണോ സ്നേഹിക്കുന്നത്? അങ്ങനെ എഴുതിയ പാട്ടാണ്. നിന്നേക്കാൾ സ്നേഹിപ്പാൻ എന്നുടെ ആയുസ്സിൽ ഒന്നുമുണ്ടാകല്ലേ കർത്താവേ, മണ്ണിലെ മോഹങ്ങൾ ഒന്നുമൻ കണ്ണിനു മുന്നിൽ വരില്ലേ കർത്താവേ. നമുക്ക് പ്രിയമായത് ഏതാണ് പ്രിയപ്പെട്ടവരെ? വാട്ട് ഈസ് ദ ഡിയറസ്റ്റ് തിങ് ടു? നമുക്കത് വിൽക്കാം. നമുക്ക് ഏറ്റവും പ്രിയമായതിനെ നമുക്ക് അവഗണിക്കാം. കർത്താവിനെ മാത്രം, ക്രൂശിനെ നോക്കി. ദ ക്രോസ് ബിഫോർ മീ, ദ വേൾഡ് ബിഹൈൻഡ് മീ. നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ വസ്തുവകളും നമ്മുടെ ആസ്തികളും എല്ലാം കർത്താവിൻ്റെ സുവിശേഷ വേലക്കായിട്ട് അനേകരെ തീർന്ന് വലിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ ദൈവം നമ്മെ സഹായിക്കും.